രാധാമാധവലീല ബോധരഹിതന്മാരൊക്കെയും പ്രാകൃത പ്രാധാന്യം കലരുന്ന കാമകലയായി കാണുന്നു സാധാരണം. ദ്വൈതം വിട്ടഥ ചിൽപ്രസാദ വിഭവന്മാരായി മഹാഭക്തരാം സാധുക്കൾക്കതു ചിത്തമാത്മനി ജയിച്ചൈക്യം വളർത്തുന്നതാം. അങ്ങനെ അർജുനനെയും കൊണ്ട്, പ്രിയപ്പെട്ട കൂട്ടുകാരനായ അർജുനനെയും കൊണ്ട് പോവുകയാണ് ഭഗവാൻ. അങ്ങനെ ആ ഇരുട്ട്, വല്ലാത്തൊരു ഇരുട്ട്, ആ ഇരുട്ടിന് ഭൂമണ്ഡലം അവസാനിക്കുന്നിടത്ത് തമസ് ആരംഭിക്കുമല്ലോ, അവിടെ കടക്കുന്ന സമശീതോഷ്ണ സുഖ സന്ദായകമാണ് ആ പ്രദേശത്ത് അവരെത്തുന്നത്. ഈ തമസ് ആരംഭിക്കുന്ന അതിനാണ് മരണം എന്ന് പറയുക. അതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എത്തിയാൽ തിരികെ പോകണമെന്ന ആഗ്രഹം ജീവൻ ഉത്ഭവിക്കുകയില്ല. ഈ വേർപാട് അനന്തമായി നിലനിൽക്കുന്നു. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇനി തിരിച്ചു പോകണം, തിരിച്ചു പോക്കില്ല എന്നർത്ഥം, വൈകുണ്ഠം തന്നെ. അർജുനന്റെ ചിന്ത പെട്ടെന്ന് മുറിഞ്ഞു. രഥം ലോകാലോക ശൈലത്തിലെത്തി. ആ ലോകാന ഭൂമണ്ഡലമടക്കമുള്ള ബ്രഹ്മാണ്ടത്തിന്റെ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന മറ്റൊരു ബ്രഹ്മാണ്ടം. ഇത് ഭൂമണ്ഡലം അടങ്ങുന്ന ഒരു ബ്രഹ്മാണ്ടം, അതിൻ്റെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന മറ്റൊരു ബ്രഹ്മാണ്ടാണ് ഇവരിപ്പോൾ എത്തിപ്പെട്ടത്. ആ ലോകത്തിലും ഭൂമണ്ഡലവും മറ്റു ലോകങ്ങളും ജീവികളും ഇതുപോലെ വസിക്കുന്നുണ്ട്. അനേകം സമുദ്രങ്ങളും പർവ്വതങ്ങളും സമതലങ്ങളും അവിടെയും പാർത്ഥൻ കാണുകയുണ്ടായി. പിങ്കള രൂപത്തിലുള്ള ജീവജാലങ്ങളാണ് അവിടെ ഏറെയും. പിങ്കളം എന്ന് പറഞ്ഞ ബ്രാഹ്മണനോട് മാത്രം. അങ്ങനെ അർജുനൻ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അവരുടെ രൂപഭംഗിയും പ്രകൃതവും പാർത്ഥൻ നന്നായി ഇഷ്ടപ്പെട്ടു. നിലം തൊട്ട് കിടക്കുന്ന മുടി സ്ത്രീയും പുരുഷനും ഓമനിക്കുന്നു. ആണിനും പെണ്ണിനും ഇതുപോലെ മുടി ഇങ്ങനെ മുറ്റടിക്കാം, അത്രക്കുണ്ട്. ശരീരാവയവങ്ങൾ ഈ ബ്രഹ്മാണ്ടത്തിലുള്ളത് പോലെ തന്നെയാണ് അവിടെയും. ജന്തുക്കളെ വാഹനങ്ങളാക്കിയിരിക്കുന്ന പ്രകൃതം അവിടെയും ഉണ്ട്. അതായത് കാളര പുറത്തും കുതിരയുടെ പുറത്തും ആനയുടെ പുറത്തെല്ലാം കയറി യാത്ര ചെയ്യുന്ന അത് അവിടെയുണ്ടെന്ന് പറയുന്നു. പെട്ടെന്ന് രഥം കൂരിരുട്ടിൽ പ്രവേശിച്ചു. കേശവന്റെ കൽപ്പന അനുസരിച്ച് ആ ബ്രഹ്മാണ്ടവും കടന്ന് രഥം പോവുകയാണെന്ന് പാർത്ഥന് ബോധ്യമായി. കഠിനമായ ഇരുട്ട് അർജുനന് അസഹ്യമായി. സഹിക്കാനില്ല, വെറും ഇരുട്ടിലല്ലേ. എന്നാലും ഭഗവാൻ കൂടെ ഉണ്ടെങ്കിലും കൂടി അർജുന് പേടിയാവുന്നു. കേശവനോട് ആ വിവരം പാർത്ഥൻ പറഞ്ഞു. എനിക്ക് പേടിയാവുന്നല്ലോ ഭഗവാനേ എന്ന് പറഞ്ഞു. അപ്പൊ ഭഗവാൻ പറഞ്ഞു, അർജുന, ഈ തമസ് പെട്ടെന്ന് മാറുകയില്ല കേട്ടോ. ഇത് ഇരുട്ട് എന്ന് തോന്നുകയാണ്, അത് ഇരുട്ടൊന്നല്ല ശരിക്കും. യഥാർത്ഥത്തിൽ ഈ നിറം പ്രകൃതിയുടെ സ്ഥായി നിറമാണ്. മനുഷ്യനാണ് നീ. ഈ നിറമേ നിന്റെ ഇന്ദ്രിയത്തിന് വേർതിരിച്ചറിയുവാനാവുകയുള്ളൂ. ഇതിനപ്പുറം ഈ നിറം തന്നെയും നഷ്ടമാവുന്ന ഒരവസ്ഥയുണ്ട്, നിറമില്ലാത്ത അവസ്ഥ. ഒരു നിറവും മണവും ഭാവവും ഇല്ലാത്ത സ്ഥലരൂപം. പക്ഷേ നിന്റെ കോശസ്ഥിതമായ ഇന്ദ്രിയത്തിന് അത് വിച്ഛേദിക്കുവാനാവുകയുമില്ല. അതുകൊണ്ട് തന്നെ അത് കറുപ്പായിട്ട് തോന്നും നിനക്ക് അങ്ങനെ തോന്നാൻ പറ്റുള്ളൂ. എന്നാൽ അർജുന, ആ ഇന്ദ്രിയങ്ങളെയും യമനിയമം കൊണ്ട് മനുഷ്യന് കടക്കുവാൻ കഴിയും. നിന്റെ കോശസ്ഥിതമായ ഇന്ദ്രിയത്തെ ഞാൻ ഭേദിക്കുകയാണ് നിനക്ക് വേണ്ടിയിട്ട്. ഞാൻ അതൊക്കെ അനുഭവിക്കാൻ വേണ്ടിയിട്ട് നിന്റെ ഈ കോശം ഞാൻ ഭേദിക്കുന്നു. കണ്ണുകൾ അടച്ചു വെക്കുക. പറയുമ്പോൾ മാത്രമേ സാവധാനം അക്ഷുകൾ തുറക്കണം. പറയുമ്പോഴേ തുറക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അത്ഭുതകരമായ പ്രകാശത്തിൽ മാംസചക്ഷുകൾ നിശ്ചലങ്ങളാകും. എൻ്റെ കണ്ണ് പിന്നെ ഒരിക്കലും പ്രകാശിക്കാത്ത രീതിയിൽ, വെളിച്ചം കാണാത്ത രീതിയിലായി പോവും. അതുകൊണ്ട് കണ്ണുറക്കിടക്ക്. ഇങ്ങനെ പറഞ്ഞ് കേശവൻ അർജുനെ തൊട്ടു. പെട്ടെന്ന് കണ്ണുകളിൽ നിന്നും പാട പോലെ ഏതോ കൊഴിഞ്ഞു വീഴുന്നതായി പാർത്ഥന തോന്നി. അപ്പൊ പറയുമ്പോ കണ്ണടച്ചു. തൊടുമ്പോഴേ എന്ന് പറഞ്ഞല്ലോ, ഞാൻ തൊടുമ്പോഴേ കണ്ണ് മെല്ലെ മെല്ലെ മീക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞല്ലോ. എന്നിട്ട് പറഞ്ഞു, അർജുന, വളരെ സാവധാനം അക്ഷരം തുറന്നുകൊള്ളു. വളരെ വളരെ പതുക്കെ വേണം. പെട്ടെന്ന് ഇങ്ങനെ സഡൻ ബ്രേക്ക് ഇട്ട പോലെ തുറക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. മാധവന്റെ വാക്കനുസരിച്ച് വളരെ വളരെ സാവധാനത്തിൽ അർജുനൻ കണ്ണുകൾ തുറന്നു. മുമ്പിലെ കാഴ്ചകൾ കണ്ടിട്ട് അർജുനൻ വിസ്മയാധീനനായി പോയൊരു രംഗം.
അഭൗമമായ പ്രകാശത്തിൽ കുളിച്ചു നിൽക്കുന്ന പ്രദേശങ്ങളാണ് അവിടെ കാണാൻ കഴിഞ്ഞത്. സൂര്യസന്നിഭരായ മഹർഷികൾ, സൗന്ദര്യം തുള്ളുന്ന സ്ത്രീജനങ്ങൾ, രഥം തറയിലൂടെ ഓടുകയാണിപ്പോൾ. ആകാശത്തിലൂടെ ഓടിക്കഴിഞ്ഞപ്പോൾ തറയിലൂടെ ഓടാൻ തുടങ്ങി. സൗമ്യമായ കാന്തി ചിന്തുന്ന പുഷ്പങ്ങൾ രഥമാർഗത്തിന് വശത്തും ലാവണ്യം വഴിഞ്ഞൊഴുകുന്ന കാഴ്ച അർജുനന് ആഹ്ലാദം പകർന്നു. ഭൗമമായ സൗന്ദര്യം അവിടെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന രംഗം. മാധവൻ പറഞ്ഞ, അർജുന, നാം ഇപ്പോൾ വിഷ്ണു ലോകത്തിലാണ് കേട്ടോ ഉള്ളത്. ക്ഷീരസാഗര മധ്യത്തിലുള്ള വൈകുണ്ഠ നഗരത്തിലാണ് രഥം എത്തിയിരിക്കുന്നത്. ഇവിടെ വരുന്നവർക്ക് മരണമില്ല അർജുന, ജനനവുമില്ല. അവർ ആഹ്ലാദത്തോടെ വസിക്കുന്നു. നമ്മളിവിടെ വന്നത് എന്തിനാണെന്ന് നിനക്ക് അത്ഭുതം തോന്നുന്നുണ്ടാവില്ലേ? സംശയിക്കണ്ട, ബ്രാഹ്മണ കുട്ടികളെ അന്വേഷിച്ച് തന്നെയാണ് നമ്മളിവിടെ വന്നത്. കേശവനും വിജയനും തേരിൽ നിന്നും വൈകുണ്ഠത്തിൽ ഇറങ്ങി. പാലാഴിയുടെ അലകളിൽ നിന്നുതിരുന്ന സൗമ്യ സുഗന്ധവാഹിയായ മന്ദമാരുതൻ അവരെങ്ങനെ മന്ദം തലോടി. വരചന്ദനത്തിന്റെ കുളിരുമായി ഇളങ്കാറ്റ് വൈകുണ്ഠത്തിൽ തത്തിക്കളിച്ചു. ആഹ്ലാദം നിറഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷത്തിൽ അർജുനന് മറ്റൊന്നും ഓർക്കുവാൻ കഴിയുന്നില്ല. ഒന്നും. ഇത് ഭൂമിയല്ലാന്നോ, ഞാനിങ്ങനെ ഒരു അർജുനാണെന്നോ, ഇങ്ങനെ പിന്നെ പാണ്ഡുവിന്റെയും കുന്തിദേവിയുടെയും മകനാണെന്നോ ഒന്നും അദ്ദേഹത്തിനിപ്പം ഓർമ്മ വരുന്നില്ല. പേര് പറയുവാനാവാത്തൊരു രസം ഹൃദയത്തിൽ ഇങ്ങനെ തത്തി നിന്നു. കേശവൻ വിജയനും വൈകുണ്ഠനാഥന്റെ സൗവർണ ഗോപുരത്തിലെത്തി. സഹസ്രദിനകരന്മാർ കത്തിജ്വലിക്കും പോലെ 1000 പൂർണ്ണചന്ദ്രന്മാർ, സൂര്യന്മാര് ഒന്നിച്ച് ഉദിച്ചു നിൽക്കുന്നത് പോലെ അഭൗമ ദീപ്തി ചൊരിയുന്ന വൈകുണ്ഠനാഥൻ കേശവനെയും വിജയനെയും ഗോപുരദ്വാരത്തിൽ വെച്ച് സ്വീകരിച്ചു. ഭഗവാൻ സുവർണപീഠം നൽകി ആദരിച്ചിരുത്തിയ ശേഷം നാരായണൻ പറഞ്ഞു, അതായത് വൈകുണ്ഠനാഥൻ പറഞ്ഞു, ഗോലോകപതേ, ഞങ്ങൾക്കെല്ലാം കാരണഭൂതനല്ലേ അങ്ങ്? ആണ്, ഞങ്ങൾക്കൊക്കെ അങ്ങാണ് കാരണഭൂതൻ. സാധാരണ അവതാരങ്ങൾ എൻ്റെ ധർമ്മമാണെങ്കിൽ ഇത്തവണ അങ്ങ് തന്നെയാണ് സമ്പൂർണ്ണ മനുഷ്യനായി അവതരിച്ചത്. ഒരു പൂർണ്ണ മനുഷ്യനെ കാണുവാനുള്ള അഭിവാഞ്ച എന്നിൽ വളർന്നു. അങ്ങയുടെ ആയുധരൂപനായ വിജയനെ ആ രൂപത്തിൽ കാണണമെന്നും ആഗ്രഹം ജനിച്ചു. അതുകൊണ്ടാണ് ഭൂധരന്റെ സന്താനങ്ങൾ ഞാൻ കൊണ്ടുപോകുന്നത്. അഹങ്കാരിയാണ് ആ ബ്രാഹ്മണൻ. വിജയനിലും അല്പം അഹങ്കാരം വളർന്നില്ലേ? ഞാൻ വലിയ ആളാണ്, ഗാന്ധീവധാരിയാണ്, ഞാൻ മകനെ അടുത്ത കുട്ടിയെങ്കിലും ഞാൻ രക്ഷിച്ചു തരുന്നൊക്കെ ഒരു അഹങ്കാരം ഉണ്ടായിരുന്നില്ലേ വിജയനെ? അതും അവസാനിപ്പിക്കേണ്ടതാണെന്ന് കരുതി നിങ്ങളെ നേരിട്ട് കാണുവാനും വിജയന്റെ മനസ്സിൽ പൊന്തിയ മതത്തിന്റെ മുളനുള്ളുന്നതിനും വേണ്ടിയാണ് ഞാൻ വിപ്രസന്താനങ്ങളെ കൊണ്ടുപോകുന്നത്. അവരെ കൊണ്ടുപോയിക്കൊള്ളുക ഗോപതേ. ഇനി ഭൂമിയിലെ കണക്കനുസരിച്ച് 6 വത്സരം കൂടി അങ്ങേക്ക് അവതാര നിയോഗമുള്ളുവല്ലോ. ഉടനെ അതങ്ങ് അവസാനിക്കുകയും ചെയ്യും. ഒരു ഞൊടിയുടെ പോലെ തോന്നിക്കും 6 വത്സരം. മറ്റൊരു യുഗം പിറക്കുകയും ചെയ്യും. നാരായണന്റെ വാക്കുകൾ കേശവനിൽ ആനന്ദം ജനിപ്പിച്ചു. അവർ ആലിംഗനമധര, അവർ കെട്ടിപ്പിടിച്ചു. അതായത് ഒരു രൂപത്തിന്റെ 2 ഭാവം. അവർ കെട്ടിപ്പിടിച്ചു, ആലിംഗനബദ്ധരായി. ഭൂമിയിലേക്ക് പോകുവാൻ കേശവൻ വിട ചോദിച്ചു. വിപ്രന്റെ സന്താനങ്ങളുമൊത്ത് കേശവനും മാധവനും ബ്രാഹ്മണ ഭവനത്തിലെത്തി. അപ്പോഴാണ് ഈ കുട്ടികളോട് ഓരോരോ കുട്ടികളെ വിളിച്ചിട്ട് ചോദിക്കും ഭഗവാൻ, കുമാരാ നിനക്കച്ഛനാരമ്മയാരെന്ന മന്ദ പ്രമോദേന ചോദിച്ചു കൃഷ്ണൻ. മധുദ്വേഷിയെയും മഹാലക്ഷ്മിയെയും തഥാ തൊട്ടു കാട്ടിയിടിനാൻ ഏകബാലൻ. ആർക്കും മറ്റൊന്നും ഓർമ്മയില്ല, ഇതന്നെ അച്ഛനും അമ്മയും. എന്നിട്ട് പോയിക്കോളൂന്ന് ഭഗവാൻ അവിടുത്തെ ആ ശ്രീനാരായണൻ പറയേണ്ടി വന്നു. കുട്ടികൾ അതുവരെ ഇവര് വിളിച്ചിട്ട് അവര് വരുന്നില്ല. അങ്ങനെ സന്താനങ്ങളൊത്ത് കേശവൻ മാധവൻ ബ്രാഹ്മണ ഭവനത്തിൽ എത്തുകയും ചെയ്തു. വേഗം എത്തി. കേശവൻ ഭൂധരനെ വിളിച്ചു. സന്താനങ്ങളെ കണ്ടപ്പോൾ ആദ്യം പറയും അർജുനോട് വിളിക്കുന്നു. അർജുനൻ വിളിക്കുമ്പോഴേക്കും വീണ്ടും വന്നു, നീ ചത്തിട്ടില്ലല്ലേ? നിന്നോടല്ലേ ഞാൻ അഗ്നിയിൽ തുള്ളാൻ പറഞ്ഞത്? നീ എന്തിനാദ്യം വന്നേ? എന്നെ പറഞ്ഞ് വിഷമിപ്പിക്കാൻ വേണ്ടിട്ട് വന്നു എന്നാലും പറഞ്ഞ് ആദ്യം വീണ്ടും അദ്ദേഹം ഈ അർജുനൻ ഒരുപാട് ശകാരിക്കും പാവത്തിനെ. അപ്പൊ ഭഗവാൻ വിളിക്കുന്ന സമയത്ത് വാതിൽ തുറന്നു. ഞാനാണ് വിളിക്കുന്നത് എന്ന് പറയുമ്പോൾ വാതിൽ തുറന്നു. സന്താനങ്ങളെ കണ്ട സമയത്ത് അയ്യോ എന്താ പറയാ, ബ്രാഹ്മണൻ അന്യഥാ ചിത്തവൃത്തിയായി എന്താ ചെയ്യേണ്ടത്, എന്താ പറയേണ്ടത്, എന്താ സംഭവം ഒന്നും തിരിയുന്നില്ല ബ്രാഹ്മണന്.
10 വയസ്സായ കുട്ടിയുണ്ട് ഇതില്, 9 വയസ്സ്, 8 വയസ്സ്, 7 വയസ്സ്, 6 വയസ്സ്, 5 വയസ്സ്, 4 വയസ്സ്, അങ്ങനെ ചെറിയ കുട്ടി വരെ ഉണ്ട്. കയ്യിൽ ഇങ്ങനെ ഒന്നിനെ ഒതുക്കി പിടിച്ചിട്ടുണ്ട് ഭഗവാൻ. അങ്ങനെ ബ്രാഹ്മണനോട് മാധവൻ പറഞ്ഞു, ഹേ ബ്രാഹ്മണ, നിന്റെ അഹങ്കാരമാണ് കേട്ടോ ഇതിനെല്ലാം കാരണം. അഹങ്കാര സ്വഭാവത്തെ കെടുത്തും, മനസ്സിനെ തകർക്കും, ആനന്ദം കളയുകയും ചെയ്യും. തനിക്കു മാത്രമല്ല തന്നെ ആശ്രയിക്കുന്നവർക്കും അഹങ്കാരി ദോഷം തന്നെ വരുത്തും. ഇതാ നിന്റെ സന്താനങ്ങൾ. ഇനിയെങ്കിലും സൗമ്യനും നിരഹങ്കാരിയുമായി ജീവിക്കുക, നന്മ വരും. അപ്പൊ ഭൂസ്വരൻ കേശവന്റെ പാദത്തിൽ നമസ്കരിച്ചു. ഈ ചീത്തവാക്കത്രയും 10 പ്രാവശ്യം പറഞ്ഞിട്ടും ഭഗവാൻ യാതൊരു ഭാവമാറ്റമുണ്ടോ നോക്കിക്കോ. അതാണ് സാത്വിക ഭാവത്തിന്റെ മഹത്വം. അങ്ങനെ അഹങ്കാരം കളഞ്ഞ് ആനന്ദചിത്തനായിട്ട് പിന്നെ ഈ 10 മക്കളെയും കൊണ്ട് ഓരോരു വീട്ടിലേക്ക് പോകാൻ തുടങ്ങി. എടുക്കുന്നു പുത്രാൻ പലപൊഴുതു താതൻ ജനനിയും, കൊടുക്കുന്നു പാലും വിളവുമെന്നും തുടക്കുന്നു കണ്ണിന്നൊഴുകുമതി സന്തോഷ സലിലം. കൊടുക്കുന്നു പാലും വിളവുമെന്നും മധുരം, നടക്കുന്നു ബന്ധുക്കളുടെ ഭവനേ ഭൂസുരവരൻ. ആരും വേണ്ട ആരും വേണ്ട എന്ന് പറഞ്ഞ് നടന്നാള് ഇപ്പം ഈ കുട്ടികളെ കയ്യും പിടിച്ച് എൻ്റെ 10 മക്കളെ എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം പറയാൻ വേണ്ടി ഓരോരോ ബന്ധുക്കളുടെ വീടുകളിലേക്ക് ഈ 10 മക്കളെയും കൊണ്ട് ഈ ബ്രാഹ്മണനും പത്നിയും കൂടി ഇങ്ങനെ നടക്കുന്നൊരു രംഗം. അങ്ങനെ ബ്രാഹ്മണന്റെ സന്താനങ്ങളെ തിരിച്ചു കിട്ടിയവരും ദ്വാരകയിൽ ഇങ്ങും മറിഞ്ഞു. യാതൊരു വിസ്മയാധീനരായി മൃതലോകം പോകിയ കുഞ്ഞുങ്ങളെയാണ് കേശവൻ തിരികെ കൊണ്ടുവന്നത്. മരണത്തെപ്പോലും അതിജീവിക്കുന്ന ഒരാൾ ഭരിക്കുമ്പോൾ തങ്ങൾ ആരെയാണ് ഭയപ്പെടേണ്ടത്? അത് തന്നെ. ഭഗവാൻ കൂടെ ഉണ്ടാകുമ്പോൾ നമുക്ക് ആരും പേടിക്കണ്ട. അത് തന്നെയാണ് ഞാനും പലതവണയെങ്കിലും പറഞ്ഞിട്ടുണ്ടാവുക. നമുക്ക് ആരും പേടിക്കേണ്ട ആവശ്യമില്ല. ഒന്നാമത് നമ്മൾ തെറ്റ് ചെയ്യുന്നില്ല. പിന്നെ എന്ത്, നമ്മുടെ കൂടെ തന്നെ ആ സർവവ്യാപിയായ ഭഗവാൻ ഓരോരാളുടെ മുമ്പിൽ ഓരോരോ ഭാവത്തില്, കുഞ്ഞേന്ന് വിളിക്കുന്നിടത്ത് മകനായിട്ടും, ഭഗവാനെന്ന് വിളിക്കുന്നിടത്ത് ഭഗവാനായിട്ടും, ഇത് വേണുഗോപാല എന്ന് വിളിക്കുന്നിടത്ത് വേണുഗോപാലനായിട്ടും, രാധാമാധവ എന്ന് വിളിക്കുന്നത് രാധാമാധവനായിട്ടും, അങ്ങനെ ഏതേത് ഭാവത്തിൽ നമ്മൾ വിളിക്കുന്നു അതാത് ഭാവത്തിൽ നമ്മുടെ കൂടെ ഈ കലിയുഗത്തിലും ഭഗവാനുണ്ട്. പിന്നെ നമ്മൾ എന്തിനു ആരെ പേടിക്കേണ്ട ആവശ്യം എന്ന് തന്നെയാണ് ഞാനും എപ്പോഴും പറയുന്നത്. ഓരോ യാദവന്റെയും വൃഷ്ണിയുടെയും മനസ്സിൽ ഈ ചിന്ത നുരഞ്ഞു. അവർ അഹംഭാവത്തോടെ പെരുമാറി. വലിയ ആളായി. എന്താ ഇപ്പം കാണുന്നില്ല, നല്ലൊരാള് ഭരിക്കുമ്പം ആരും മോശാള് ഭരിച്ചാലും നമ്മൾ വലിയ ആളായി, നമ്മളെ എന്താണ് രക്ഷിക്കാൻ ഒരാളുണ്ട് എന്നുള്ളൊരു ഭാവം മറ്റുള്ള അണികൾക്ക് വരും. അത് വന്നാൽ പോയില്ലേ. ഇവർക്ക് അങ്ങനെ അഹങ്കാരം വരാൻ തുടങ്ങി. ഇതുവരെ ഇവർക്ക് ഇങ്ങനെ അഹങ്കാരം ഉണ്ടായിട്ടില്ല. സാധുക്കളെ മറ്റു രാജ്യക്കാരെ ഉപദ്രവിക്കാൻ തുടങ്ങിയവര് ആര്? വൃഷ്ണികളും യാദവന്മാരും. എന്തൊരു അഹങ്കാരം നോക്കിക്കോ. കേശവന്റെ പ്രജകളായതുകൊണ്ട് യാദവരെ ആരും എതിർത്തതുമില്ല. എല്ലാ വിവരവും മാധവൻ അറിഞ്ഞുകൊണ്ടിരുന്നു. അക്കാലത്തൊരു ദിവസം ഗർഗാചാര്യൻ ദ്വാരകയിൽ വന്നു. അദ്ദേഹം ഭഗവാനെ കാണാൻ വന്നു. ആചാര്യനെത്തി വിവരം പറഞ്ഞ് മാധവൻ അദ്ദേഹത്തെ ഉപചരിച്ച് സ്വീകരിച്ചിരുത്തി. ആചാര്യന്റെ മുഖം വല്ലാത്ത മ്ലാനമായിരുന്നു. എന്താണ് എന്ന് ചോദിച്ചു ഭഗവാൻ. ആചാര്യ, ത്രികാലജ്ഞാനിയാണ് അങ്ങ്. എല്ലാം അറിയുന്ന ഭഗവാന്റെ വദനം എന്തേ ഇങ്ങനെ മ്ലാനമാകുവാൻ കാരണം? ഞാൻ അറിയാത്ത ദുഃഖം അങ്ങേക്കുണ്ടോ? എങ്കിലത് പരിഹരിച്ചിട്ട് തന്നെയാണ് കാര്യം. ഇങ്ങനെ പറഞ്ഞു ഭഗവാൻ. ആചാര്യൻ പറഞ്ഞു, മാധവ, എൻ്റെ വദനം മ്ലാനമായിരിക്കുന്നത് ശരി തന്നെയാണ്. മനസ്സിന്റെ മ്ലാനത മുഖത്ത് പ്രതിബിംബിക്കുന്നു എന്ന് മാത്രം. ലൗകിക ഭാവത്തിൽ വർത്തിക്കുമ്പോൾ അത്തരം ദുഃഖം സ്വാഭാവികമാണല്ലോ. അപ്പം ഭഗവാൻ ചോദിച്ചു, ആചാര്യ, അങ്ങയുടെ മനസ്സിൽ മ്ലാനതയേറ്റിയ സംഭവം എന്താണ്? ഞാൻ കൂടി അറിയുന്നതിൽ വിരോധമില്ലെങ്കിൽ പറഞ്ഞാൽ കൊള്ളാം. ആചാര്യൻ പറഞ്ഞു, ഞാൻ ചില കാര്യങ്ങൾ നിന്നോട് പറയുവാൻ തന്നെയാണ് വന്നത്. അങ്ങോട് പറയേണ്ട ചില കാര്യങ്ങൾ എനിക്കുണ്ട്. ഗംഗാ നദിയുടെ കരയിൽ വെച്ച് സാന്ദീപനിയുടെ ആശ്രമത്തിലെ മുഖ്യ പുരോഹിതനെ കാണുകയുണ്ടായി. ശ്വേതകേതു വളരെ ക്ഷീണിച്ചും തളർന്നും ഇരിക്കുന്നു. അവൻ പറഞ്ഞ കഥ ആദ്യം പറയാം. ആചാര്യൻ തുടർന്നു. ഒരു ദിവസം സാന്ദീപനി ശ്വേതകേതുവിനെ അടുത്ത് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ശ്വേതകേതു, നമുക്ക് ഇത്തവണയും ഒരു സഞ്ചാരമുണ്ട് കേട്ടോ. പക്ഷെ ആ യാത്രയിൽ നമ്മൾ 2 ആൾ മാത്രമേ ഉള്ളൂ.
മറ്റ് ശിഷ്യഗണങ്ങളെല്ലാം കൂട്ടിയിട്ടാണ് ഇദ്ദേഹം ഇങ്ങനെ സാധാരണ പോവാറ്. ഈ പ്രാവശ്യം നമ്മൾ രണ്ടുപേരേ പോണ്ടോന്ന് പറഞ്ഞു. ആശ്രമം ഭംഗിയായി നടന്നു പോകുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഗുരു തന്നെ ഏൽപ്പിച്ചു. ഓരോരുത്തരെ വിളിച്ച് ആശ്രമത്തിൽ ഓരോ ജോലികൾ ഏൽപ്പിച്ചു. അവരോട് ഗുരു പറഞ്ഞു, ഞാനും ശ്വേതകേതുവും സഞ്ചാരത്തിലാണ്. അല്പനാൾ കഴിഞ്ഞേ മടങ്ങുകയുള്ളൂ. ഗുരുകുലം ഭംഗിയായി നിങ്ങൾ സംരക്ഷിക്കണം. ഞാൻ ഏൽപ്പിച്ച ഓരോരോ ജോലിയും അതാതാൾ വളരെ ഭംഗിയായി ചെയ്യണം. എന്നാൽ ഗുരുകുലത്തിന് യാതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞു. ശിഷ്യന്മാർ ആജ്ഞ സ്വീകരിച്ചു. ഒരു സുപ്രഭാതത്തിൽ ഗുരുവും ശ്വേതകേതുവും സഞ്ചാരത്തിനിറങ്ങി. അനവധി പ്രദേശങ്ങൾ കടന്നു അവർ ബദരീനാഥിൽ എത്തുകയുണ്ടായി. അകലെ മഞ്ഞിൻ തൊപ്പിയുമായി ശിരസ്സുയർത്തി നിൽക്കുന്ന ഹിമാലയൻ. ബദരിയിൽ വെച്ച് ശ്വേതകേതുവിനോട് ഗുരു പറഞ്ഞു, ഹേ ശ്വേതകേതു, നമ്മുടെ ഒന്നിച്ചുള്ള യാത്ര അവസാനിക്കുകയാണ്. നിനക്ക് വേണമെങ്കിൽ ഗംഗാതടത്തിൽ പോകാം, ആശ്രമത്തിന്റെ ചുമതല ഏറ്റെടുക്കാം. ഇല്ലെങ്കിൽ തപസ്സനുഷ്ഠിച്ച് മുക്തി പ്രാപിക്കുകയും ചെയ്യാൻ ഞാനിനി വരുന്നില്ല കേട്ടോ. ഞാൻ ഹിമാലയത്തിലേക്ക് പോവുകയാണ്. ഇനി ഹിമതടം ഇറങ്ങുകയില്ല. അതൊരു കഷ്ടം. നോക്കിക്കോ, രണ്ടാൾ ഒന്നിച്ചു പോയിട്ട് ഞാൻ വരുന്നില്ല, നീ പോയിക്കോ എന്ന് പറയുന്നൊരവസ്ഥ. ഗുരുവിന്റെ കണ്ണുകളിൽ ദൃഢനിശ്ചയത്തിന്റെ ഭാവം തെളിഞ്ഞു നിന്നു. ഒരു കാര്യം മാത്രം ശ്വേതകേതു ചോദിച്ചു, പ്രഭോ, അങ്ങയോടൊപ്പം ഞാനും ഹിമതടത്തിലേക്ക് വരട്ടെ? അങ്ങ് തപസ്സിൽ മുഴുകുന്നതും കണ്ട് ഞാൻ മടങ്ങാം. അങ്ങനെയാവാം, ഗുരു ആജ്ഞാപിച്ചു. ശ്വേതകേതുവും ഗുരുവും ബദരീനാഥം വിട്ടു. മഞ്ഞടലുകൾ വീണ് കിടക്കുന്ന ശൈലനാഥന്റെ കാൽപ്പെരുമാറ്റം കുറഞ്ഞ വഴികളിലൂടെ അവരിങ്ങനെ സഞ്ചരിച്ചു. ഗംഗയുടെ ഉത്ഭവ കേന്ദ്രത്തിലെത്തി. ശർവന്റെ തിരുമുടിയിൽ നിന്നും ഗർവോടെ കുതിച്ചു വാഞ്ഞ ഭാഗീരഥി പതിക്കുന്ന സ്ഥലം അവർ കണ്ടു. അതിനപ്പുറം മഞ്ഞുപാറകൾ മാത്രം, വേറൊന്നും കാണാനില്ല. ഹഠയോഗനിഷ്ഠയിൽ ഗുരു ഒരു പാറയിൽ ഇരുന്നു. ഏറെ സമയം കഴിഞ്ഞില്ല. ഹിമക്കാറ്റടിച്ചു. അകലെ നിന്നും ആ കാഴ്ച ശ്വേതകേതു നോക്കി നിന്നു. ഹിമക്കാറ്റിൽ പഞ്ഞുപോലെ പറന്നെത്തിയ മഞ്ഞിൻ പൂക്കൾ സാന്ദീപനിയുടെ പാദങ്ങളിൽ കുമിഞ്ഞു വീണു. മഹർഷിക്ക് ചുറ്റും മഞ്ഞിൻ പൂക്കൾ കൂന കൂടി വന്നു. ഈ മഞ്ഞിന്റെ ഇതില് സാന്ദീപനി മൂടി, മഞ്ഞുകൊണ്ട് സാന്ദീപനിയെ മൂടി എന്നർത്ഥം. എന്ന പ്രണവധ്വനി മാത്രം കാറ്റിന്റെ ധിക്കാരത്തെയും ഭേദിച്ചുയർന്നു നിന്നു. പ്രണവത്തിന് മറികടക്കാൻ കാറ്റിനും കൂടി കഴിഞ്ഞില്ല എന്നർത്ഥം. കൽഹാരപ്പൂക്കൾ കൽഹാര പുഷ്പം പോലെ ഗുരുവിന് ഹൃദ്യമായി. ഗുരുവിന് ചുറ്റും പൂക്കളുടെ മല തന്നെ ഉയർന്നു. ഒരുപാട് പൂക്കളും അത് വർഷിക്കുന്നത് പോലെ. സാവധാനം ആ പൂമല വളർന്നു. നിശബ്ദം, നിർവികാരം. ശ്വേതകേതുവിന് നോക്കി നിൽക്കുവാനേ കഴിഞ്ഞുള്ളൂ. ഹിമക്കാറ്റിൽ പിന്നെയും നീഹാരപ്പൂക്കൾ ഉതിർന്നുകൊണ്ടിരുന്നു. ഗുരുവിന്റെ കഴുത്തിനൊപ്പം നീഹാരപ്പൂക്കൾ ഉയർന്നു. അതുവരെ ഇദ്ദേഹം ശ്വേതകേതു നോക്കി നിൽക്കുന്നൊരു കാഴ്ച. പിന്നെ ഒന്നും കാണുവാൻ കഴിഞ്ഞില്ല. മഞ്ഞിന്റെ പാട ശ്വേതകേതുവിനും ഗുരുവിനും ഇടയിൽ ഒരു മറ തന്നെ സൃഷ്ടിച്ചു. അപ്പൊ ശ്വേതകേതുവിന് ഗുരുവിനെ കാണാൻ പറ്റിയില്ല എന്നർത്ഥം. അല്പനേരം കൂടെ കാത്തു നിന്നതിന് ശേഷം ശ്വേതകേതു മടങ്ങി. ഹിമതടത്തിലെ വിശുദ്ധ വെണ്മയിൽ ആ സത്യാന്വേഷി ഒരു നിശബ്ദ പുഷ്പമായി അലിഞ്ഞു ചേർന്നു. പാവം. ഈ കഥ എന്നോട് പറഞ്ഞതിന് ശേഷം ശ്വേതകേതു ഏറെ നേരം നിശബ്ദനായിരുന്നു. കഥകൾ പറഞ്ഞപ്പോൾ ശ്വേതകേതുവിന്റെ വദനം ആ കാഴ്ചയിൽ കാണുകയായിരുന്നു. അദ്ദേഹം എല്ലാ കഥകളും മാധവനെ അറിയിക്കണമെന്ന് എന്നെ പറഞ്ഞേൽപ്പിച്ചതിന് ശേഷം ശ്വേതകേതു ഗംഗാതടത്തിൽ നിന്നും ആശ്രമത്തിലേക്ക് പോയി. ആചാര്യൻ പറഞ്ഞു നിർത്തി. ഒരു നിമിഷത്തെ മൗനത്തിന് ശേഷം അദ്ദേഹം വീണ്ടും തുടർന്നു. ഞാൻ ദ്വാരകയിലേക്ക് വരുവാൻ തുടങ്ങിയപ്പോഴാണ് പ്രാംശുകായനായ സഞ്ജയനെ കണ്ടത്. ധൃതരാഷ്ട്രന്റെ മന്ത്രിയായ സഞ്ജയൻ വനത്തിൽ നിന്നും വന്നതായിരുന്നു. ധൃതരാഷ്ട്രന്റെയും വിതുരന്റെയും കഥ സഞ്ജയനാണ് പറഞ്ഞത്. ധർമ്മജനെ ഭരണം ഏൽപ്പിച്ച് ധൃതരാഷ്ട്രനും ഗാന്ധാരിയും വനത്തിലേക്ക് പോകുവാൻ ഒരുങ്ങി. കുന്തിയും വിതുരനും അവരെ അനുഗമിച്ചു. കുന്തി അവരെ യാത്രയാക്കി മടങ്ങുമെന്നാണ് പാണ്ഡവർ കരുതിയത്. ഗാന്ധാരിയും ധൃതരാഷ്ട്രനും യാത്ര അയച്ചിട്ട് നമ്മൾ അങ്ങനെയുണ്ടല്ലോ, ആരെങ്കിലും വന്നാൽ ഗേറ്റ് വരെ അവരുടെ കൂടെ പോയി ഒരു യാത്ര അയച്ചിട്ട് വേണം തിരിച്ചു വരാന്നാ പറയാ. ഇന്നിപ്പോ അതൊന്നുമില്ല. ഇന്ന് കസേലും ഇരുന്നിട്ടുണ്ടെങ്കിൽ എഴുന്നേക്കുന്നില്ല. ഞങ്ങൾ പറഞ്ഞിട്ടേ തലയാട്ടും. ശരി, അങ്ങനെയാണ് വേണ്ടത്. അങ്ങനെ അമ്മ വരുന്നാന്ന് ഇവര് വിചാരിച്ചത്, ഈ പാണ്ഡവന്മാര്. പക്ഷേ
മക്കളുടെ വാക്കുകൾ മാനിക്കാതെ കുന്തി ധൃതരാഷ്ട്രോടും ഗാന്ധാരിയോടും ഒപ്പം വനത്തിലേക്ക് പോയി. തപസ്സിന് പോയി അവർ 3 പേരും. നാളുകൾക്ക് ശേഷം പിതാക്കളെ കാണുവാൻ ധർമ്മജൻ വനത്തിലെത്തി. മരുഭൂവായി മാറിക്കൊണ്ടിരുന്ന വനത്തിന്റെ ഒരു ഭാഗത്ത് വെച്ച് മുരടിച്ചൊരു മരത്തിന്റെ ചുവട്ടിൽ വായിലൊരു കമ്പും കടിച്ചു പിടിച്ചു നിൽക്കുന്ന വിതുരനെ ധർമ്മജൻ കണ്ടു. വിതുരരുണ്ട് കൂടെ. ഏറെ നേരം അവർ പരസ്പരം നോക്കിന്നു. എന്തിനാവോ ഈ കമ്പ് കടിച്ചു പിടിച്ചു നിൽക്കുന്നതെന്ന് മനസ്സിലായില്ല. നിശബ്ദതയുടെ കനത്തമറ അവരെ പൊതിഞ്ഞു. വിതുരന്റെ കണ്ണുകൾ ജ്വലിക്കുവാൻ തുടങ്ങി. തീക്കനൽ പോലെ അക്ഷകൾ ചുവന്നു. ക്രമേണ ജ്വാല അടങ്ങി. അഭൗമമായ ഒരു തേജസ് വിതുരനിൽ നിന്നും കുതറിപ്പാഞ്ഞു. ധർമ്മജനിലാണ് ലയിച്ചത് കേട്ടോ. ആ തേജസ്, വിതുരന്റെ തേജസ് ധർമ്മജനിൽ ലയിച്ചു. വിതുരര് യമധർമ്മരാജാവിന്റെ തന്നെ ജന്മല്ലേ, പുനർജന്മം. യമധർമ്മരാജാവിന്റെ മകനല്ലേ ധർമ്മപുത്രര്. അതുകൊണ്ടാണ് ധർമ്മപുത്രരിലേക്ക് ലയിച്ചത്. നിമിഷങ്ങൾ കഴിഞ്ഞതേ ഉള്ളൂ. ഉണങ്ങിയ മരക്കമ്പ് പോലെ മഞ്ഞിൽ മലർന്നടിച്ചു വീണു ഈ വിതുരര്. വിതുരരുടെ കഥ അവിടെ അവസാനിക്കുന്നു. വിതുരന്റെ വേർപാട് ധർമ്മജനെ വല്ലാതെ ഉലച്ചു. സങ്കടം വന്നു പോയി. വല്ലാതെ. നല്ലൊരു ആളായിരുന്നില്ലേ ലേച്ഛൻ. അദ്ദേഹത്തിന്റെ അനന്തരക്രിയകളെല്ലാം ധർമ്മജൻ ഗംഗാതടത്തിൽ ഉചിതമായി നിർവഹിച്ചു. ആ വഴിക്ക് ധൃതരാഷ്ട്രയെയും ഗാന്ധാരി മാതാവിനെയും കുന്തിയെയും കണ്ടു. അവരുടെ കുശലന്മാരാഞ്ഞ് തൃപ്തനായി നാട്ടിലേക്ക് തിരിക്കുകയും ചെയ്തു. അവര് 3 പേരുണ്ടത്രേ. ഇദ്ദേഹം മാത്രമേ ഇങ്ങനെ പോയിട്ടുള്ളൂ. വിശ്വസ്തനും സുഹൃത്തുമായ മന്ത്രി സഞ്ജയൻ കാട്ടിൽ തങ്ങി. ധൃതരാഷ്ട്രാദികൾക്ക് എന്തെങ്കിലും വന്നുപെട്ടാൽ അറിയണമല്ലോ. അതിനു വേണ്ടി സഞ്ജയൻ കാട്ടിൽ തന്നെ കൂടി അവരുടെ കൂടെ. ഒരു ദിവസം ധൃതരാഷ്ട്രനും സഞ്ജയനും ഗാന്ധാരിയും കുന്തിയും കൂടി ഗംഗാതടത്തിൽ സ്നാനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു അത്രേ. പെട്ടെന്ന് ശക്തിയായ ഒരു കാറ്റടിച്ചു. സഞ്ജയൻ 4 പാടും നോക്കി. സാധാരണ ഇത്തരം കാറ്റ് അഗ്നിക്ക് മുമ്പെയാണ് വനത്തിൽ എവിടെയോ കാട്ടുതീ വീണിരിക്കും. അതാണ് കാറ്റിന് കാരണം. എന്തായാലും ആശ്രമത്തിൽ വേഗം പോകാം, അതാണ് നല്ലതെന്ന് സഞ്ജയൻ വിചാരിച്ചു. ധൃതരാഷ്ട്ര നാസികയിൽ കാട്ടുതീയുടെ ഗന്ധം വന്നു. രാജാവ് പറഞ്ഞു, സഞ്ജയ, നമുക്ക് ചുറ്റും കാട്ടുതീ വരികയാണ്. ഇത് നല്ലതിന് തന്നെയാണ്. നീ വേഗം രക്ഷപ്പെട്ടുകൊള്ളൂ. ഞങ്ങളുടെ അവസാനം ഇതാ സമാഗതമാക്കുന്നു. അപ്പൊ സഞ്ജയൻ പറഞ്ഞു, കാട്ടുതീ വളരെ അകലെയാണ് പ്രഭു. ഗംഗാതടത്തിലെത്തി തീരം വഴി പോയാൽ നമുക്ക് രക്ഷപ്പെടാം. അങ്ങ് വിസമ്മതം പറയാതിരുന്നാ മതി എന്ന് പറഞ്ഞു. പാപം. ധൃതരാഷ്ട്ര പറഞ്ഞു, സഞ്ജയ, ഭവനം വിട്ട ഞങ്ങൾക്ക് ഈ മരണം അനിഷ്ടമല്ല, നല്ലതാണ്. യോഗനിഷ്ഠയിൽ വർത്തിക്കുമ്പോൾ ചൂടറിയുകയില്ല. ശരീരം ഭസ്മമായിക്കൊള്ളും. തനിയെന്നെ ഒരു തീപ്പൊള്ളുന്ന ഒരു അനുഭവമൊന്നും ഞങ്ങൾക്ക് ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞു. ഇതാ കത്തിയെരിയുന്ന വനത്തിലെ വിഹ്വല ശബ്ദങ്ങൾ ഇനി നിന്നാൽ നിനക്ക് ആപത്താണ്. വേഗം പോയിക്കൊള്ളും. അങ്ങനെ പറഞ്ഞ് ധൃതരാഷ്ട്രൻ കിഴക്കായി അവിടെ ഇരുന്നു. കിഴക്കോട്ട് തിരിഞ്ഞിട്ട് ധൃതരാഷ്ട്ര ഇരുന്നു. ഗാന്ധാരിയും കുന്തിയും പത്മാസനത്തിൽ കിഴക്ക് നോക്കിയിരുന്നു. 4 പുറവും ചുറ്റിയടിക്കുന്ന കാറ്റിൽ നാക്ക് വളയ്ക്കുന്ന അഗ്നിരാക്ഷസനെ സഞ്ജയൻ കണ്ടു. അങ്ങനെ ആ അഗ്നിയെ സഞ്ജയൻ കാണുന്ന രംഗം. കൗരവകുലത്തിന്റെ നെടുന്തൂണ് നിശബ്ദതയെ ആവാഹിച്ച് യോഗാസനത്തിൽ മരണത്തെ പ്രതീക്ഷിച്ചിരിക്കുന്നു. ആര്? ധൃതരാഷ്ട്ര മഹാരാജാവ്. 1000 നാവിട്ട് ചുഴറ്റി അഗ്നി അടുത്തു വന്നു. അസഖ്യമായ ചൂട് വ്യാപിച്ചു. സഞ്ജയന് മാത്രം, മറ്റവർക്ക് ചൂട് അനുഭവപ്പെടൂല എന്നല്ലേ പറഞ്ഞത്. വൻ മരങ്ങൾ അഗ്നിയിൽ തലപൊത്തുന്ന ശബ്ദം സഞ്ജയനിൽ ഭയമുളവാക്കി. സഞ്ജയൻ ഗംഗയുടെ തീരത്തേക്ക് നടന്നു. അകലേ നിന്ന് സഞ്ജയൻ ആ കാഴ്ച കണ്ടു. 4 പുറവും ചുറ്റിക്കത്തി കാട്ടുതീ വളർന്ന് കയറുന്നു. 1000 നാൾ കലക്കുന്നു ഈ അഗ്നി. കോമരം തുള്ളുന്ന അഗ്നി. അങ്ങനെയാണ് സഞ്ജയന് തോന്നിയത്. കോമരം തുള്ളുന്ന പോലെ. ഒരു വാള് കിട്ടിയ പിന്നെ കോമരത്തിന് പരിസര ബോധം ഉണ്ടാവില്ലല്ലോ. ക്രമേണ അഗ്നി ധൃതരാഷ്ട്രാദികളുടെ നികടത്തിലെത്തി അവരെ അഗ്നി പൊതിഞ്ഞു. ബാഹ്യാവരണങ്ങൾ കത്തിപ്പോയി അവർ ചുവന്നു നിന്നു. ഒരു 3 ചുവന്ന അഗ്നിഗോളം പോലെ. ക്രമേണ അവർ 3 സ്വർണ്ണപ്രതിമകളായി. അഗ്നിയിൽ കൂടി ജാജ്വല്യമാനമായ സ്വർണ്ണപ്രതിമകൾ നോക്കി നിന്ന സഞ്ജയന് പേടിയായിപ്പോയി. അദ്ദേഹം ഭയന്നുപോയി. അങ്ങോട്ടൊരു വട്ടം കൂടി ദൃഷ്ടികൾ വായിക്കുവാൻ സഞ്ജയന് കരുത്തില്ല. അയാൾ വളരെ വേഗം വനം വിട്ടു. ഗംഗാതീരം വഴി ഗംഗാതടത്തിലേക്ക് പോരുകയും ചെയ്തു. ഇപ്പോൾ ഹസ്തിനാപുരത്തേക്ക് പോയിരിക്കുകയാണ് ആര്? സഞ്ജയൻ.
ഗർഗാചാര്യൻ കഥകൾ പറഞ്ഞ് അവസാനിപ്പിച്ചു. കനത്ത നിശബ്ദത അവിടെ കളിയാടി. ആചാര്യൻ എപ്പോഴോ പറഞ്ഞു, കേശവ, എല്ലാത്തിൻ്റെയും അന്ത്യം വേദനയിലാണ് അല്ലേ? അത് വിധിവിഹിതവും. നമുക്കും സമയമായെന്ന് തോന്നുന്നു. ഏറെ നാളായി മറഞ്ഞിരുന്ന പുഞ്ചിരി വീണ്ടും കേശവന് പ്രകടമായി. കുറേ നാളായി ഭഗവാൻ ഒന്ന് പുഞ്ചിരിച്ചിട്ട്. ആ പുഞ്ചിരി വീണ്ടും ഭഗവാനിൽ എൻ്റെ ചുണ്ടത്ത് തത്തി കളിക്കാൻ തുടങ്ങി. മാധവൻ പറഞ്ഞു, ആചാര്യ, അങ്ങ് പറഞ്ഞത് വളരെ ശരിയാണ്. ഈ നീണ്ട യാത്ര അവസാനിക്കുവാൻ ഇനി നാളുകൾ മാത്രമേ ഉള്ളൂ. കേശവന്റെ വാക്കുകൾ ഗർഗന്റെ അന്തരാത്മാവിന് ഉലച്ചു. ഒരു നിമിഷം കഴിഞ്ഞപ്പോൾ മഹർഷി സ്വബോധസ്ഥിതനായി. ബോധം വന്നു. അതുവരെ ബോധമില്ലാതായിപ്പോയി. ഭഗവാൻ ഏതായാലും ഭാഗവതത്തിൽ ലയിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ഭാഗം അപ്പോൾ തമ്പുരാന്റെ പാദപത്മങ്ങൾ സമർപ്പിച്ച് നമുക്ക് നാളെ എന്ത് പറയണം, എങ്ങനെ പറയണം എന്നൊക്കെ അവിടുന്ന് തീരുമാനിക്കും പോലെ പറയാം. ഇന്നത്തെ ഭാഗം ഇവിടെ അവസാനിക്കും.